നമസ്കാരം സാർ. നമസ്കാരം സാർ, നമ്മുടെ പാർലമെന്റ് വലിയ കോലാഹലം നടക്കുകയാണ്. ഈ വനിതാ സംവരണ ബില്ല്, അതിനെ തുടർന്ന് മണ്ഡല പുനർനിർണയം, അതിനു വേണ്ടിയിട്ട് സുപ്രീം കോടതി ജഡ്ജി നേതൃത്വത്തിലുള്ള ഒരു സമിതി, തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, മുഖ്യ കമ്മീഷണർ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരൊക്കെ ചേർന്നൊരു സമിതി രൂപീകരണം, ആകപ്പാടെ വിഷയമാണ്. പ്രതിപക്ഷം വലിയ ബഹളം ഉണ്ടാക്കുകയാണ്. ഇതിപ്പോൾ നടപ്പാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ വനിതാ സംവരണ ബില്ല് കൊണ്ടുവന്നത് കോൺഗ്രസ്സാണ്. സോണിയയുടെ ഒരു അഭിമാന ബില്ലായിരുന്നു, പ്രോജക്റ്റായിരുന്നു. പക്ഷെ അതേ കോൺഗ്രസും അതേ സോണിയയുമാണ് ഇപ്പോൾ ഈ ബില്ലിനെ എതിർക്കുന്നത്. ഈ മണ്ഡല പുനർനിർണയം 50 വർഷം കഴിഞ്ഞു. സത്യത്തിൽ വലിയ ദുരിതമാണ് ഇതുകൊണ്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതൊന്ന് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് പ്രതിപക്ഷവും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇത്ര ശബ്ദകോലാഹലങ്ങൾ പാർലമെൻറ്റിൽ ഉണ്ടാക്കുന്നത്? സത്യം പറഞ്ഞാൽ ഒരുപാട് ഭരണഘടനാ ഭേദഗതികൾ നരേന്ദ്രമോദിയുടെ കാലത്ത് നടന്നെങ്കിലും ആർട്ടിക്കിൾ 370 മുതൽ അതെ, നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ CAA അമെൻമെന്റ്, ഇങ്ങനെ വഖഫ് ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും നടത്തിയ ഭേദഗതികൾ അല്ലെങ്കിൽ നിയമ ഭേദഗതികൾ എല്ലാം, വഖഫിന് പിന്നെ നിയമ ഭേദഗതിയേ ഉള്ളൂ, ഭരണഘടനാ ഭേദഗതിയില്ല. അപ്പോൾ ഭരണഘടനാ ഭേദഗതിയായാലും നിയമ ഭേദഗതിയായാലും ഇത് 131 ഭരണഘടനാ ഭേദഗതിയാണ്. 131 ഭരണഘടനാ ഭേദഗതിയാണ്. സ്റ്റേറ്റിനെയും സെൻട്രലിനെയും വളരെയധികം ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഒരു പുതിയ കഥയും അല്ല. നേരത്തെ പറഞ്ഞ പോലെ സോണിയാഗാന്ധിയുടെ ഓമന ബില്ലാണിത്. അതെ, അത് കഴിഞ്ഞ് 2023 ഏകകണ്ഠമായി രാജ്യസഭയും ലോക്സഭയും പാസാക്കിയ ബില്ലാണ്. പക്ഷേ ഈ ബില്ലിൽ പതിയിരിക്കുന്ന ഏറ്റവും വലിയ അപകടം, പ്രതിപക്ഷത്തിന് ഈ ബില്ല് നടപ്പിലായി കഴിഞ്ഞാൽ രാജ്യത്തെ ഒരു തെരഞ്ഞെടുപ്പിനെ ശക്തമായി നേരിടാൻ കഴിയില്ല എന്നുള്ളതാണ്. അവരുടെ ഭയം അതാണ്. തങ്ങൾക്ക് ഈ ബില്ല് വന്നു കഴിഞ്ഞാൽ രാജ്യത്ത് ഇന്ന് പാർലമെന്റിലുള്ള അതേ ഒരു പൊസിഷൻ പോലും നിലനിർത്താൻ കഴിയാത്ത ഒരവസ്ഥ വരും. BJP അത്ര ശക്തമായിട്ടാണ് ആ ബില്ലിന്റെ കാര്യത്തിൽ നിൽക്കുന്നത്. ബില്ലിന് രൂപം കൊടുത്തിരിക്കുന്നത്. നാരീശക്തി എന്ന് പറയുന്ന ഒരു വിഷയത്തെ തൊടാൻ പ്രതിപക്ഷത്തിന് ഭയമാണ്. എന്നാൽ അതിനുവേണ്ടി ഈ നിയമം നടപ്പിലാക്കാൻ അതിനേക്കാൾ ഭയമാണ്. അപ്പോൾ ഒരു വശത്ത് ഈ ബില്ല് വന്നാൽ ഉണ്ടാകുന്ന ഭയം, മറ്റൊന്ന് ഈ ബില്ല് തള്ളിയാൽ ഉണ്ടാകുന്ന വിപത്തിന്റെ ഒരു തിരിച്ചടി, വലിയ വിപത്താണ് ഉണ്ടാകുന്നത്. ആ വിപത്തിന്റെ ഭയവും അവരെ വലുതായിട്ട് ബാധിക്കുന്നുണ്ട്. ശരിക്കും ചെകുത്താനും കടലിനും ഇടയ്ക്ക് പെട്ടു. തീർച്ചയായിട്ടും. കാരണം ഇന്ന് ഈ ബില്ല് തള്ളിയാൽ നരേന്ദ്രമോദിക്ക് 2029 വനിതാ ബിൽ നടപ്പിലാക്കുന്നതിന് എനിക്ക് പാർലമെന്റിൽ നിയമ ഭേദഗതികൾ, ഭരണഘടനാ ഭേദഗതികൾ വരെ വരുന്നതിന് 2/3 ഭൂരിപക്ഷം തരണം എന്നാവശ്യപ്പെടാം. അപ്പൊ ഈ ബില്ലിനെ പ്രതിപക്ഷത്തിന്റെ ഭയം, ഒന്ന്, ഈ ബില്ല് നടപ്പിൽ വന്നാൽ ഈ ബില്ലിന്റെ ഭാഗമായി വരുന്ന കൂടുതൽ സീറ്റുകൾ, ആ സീറ്റുകളിലേക്ക് വരുന്ന മണ്ഡല പുനർനിർണയം ഇതിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഇലക്ഷനിൽ വിജയിച്ചു വരാൻ ഇന്നത്തെ പോലെ സാധിക്കുമോ എന്നുള്ള ഭയമാണ് അവരെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത്. ആ ഭയം മറ്റൊന്നുമല്ല, ഇത്രയധികം സീറ്റുകൾ വരുമ്പോൾ തന്നെ അവർക്ക് വിപ്ലവമാണ്. അത് തങ്ങൾക്ക് ചില പോക്കറ്റുകൾ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ആ പോക്കറ്റുകൾ എന്ന് പറയുന്നത് തികച്ചും വർഗീയമായ പോക്കറ്റുകളാണ്. അതായത് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ച് നിർത്തിക്കൊണ്ട് RSS, BJP, ഹിന്ദുത്വ എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തി ചില പോക്കറ്റുകൾ അവർ വിജയം നേടിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും അതേ പോക്കറ്റുകളിലാണ് വിജയം നേടുന്നത്. തമിഴ്നാട്ടിലും ഇതേ പോക്കറ്റിലാണ് അവർ വിജയം നേടുന്നത്. ബംഗാളിലും ഇതേ പോക്കറ്റുകളിലാണ് അവർ വിജയം നേടുന്നത്. കർണാടകയിലും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് നടപ്പിലാക്കുന്നത്. പക്ഷെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാറുണ്ടെന്നേ ഉള്ളൂ. ഇത് തന്നെയാണ് തെലങ്കാനയിലും ആന്ധ്രയിലും ഒക്കെ നടപ്പിലാക്കുന്നത്. തെലങ്കാനയിൽ പിന്നെ ഇത്തവണ കോൺഗ്രസിന് ഒരു പുതിയ കോalition വന്നു കഴിഞ്ഞപ്പോൾ അതിനെ പിടിച്ചു നിൽക്കാനായിട്ട് BJPയും TDPയും ഒന്നിച്ചു വന്നപ്പം പിടിച്ചു നിൽക്കാൻ പറ്റാതെയും വന്നു. ഇതേ സാധനം തന്നെയാണ് മഹാരാഷ്ട്രയിലും അവർ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ മഹാരാഷ്ട്രയിൽ ശിവസേനയും കൂടെ ഇപ്പുറത്ത് വന്നപ്പം ഒക്കെ പൂർണ്ണമായും അവരുടെ ആ തനി വർഗീയ അജണ്ടകൾ നടപ്പിലാക്കാൻ പറ്റാതെ വന്നു. അതായത് ന്യൂനപക്ഷം എന്ന് പറഞ്ഞ് ന്യൂനപക്ഷ പ്രീണനത്തിനും അപ്പുറം ഒരു വർഗീയത കണ്ടെത്താനാണ് ഇന്ത്യ മുന്നണി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദുരന്തത്തിലാണ് അവർ ഇന്ന് നിന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യ മുഴുവൻ ഇത്തരത്തിലൊരു ഡീലിമിറ്റേഷൻ വരികയും 850ഓളം സീറ്റുകൾ വരികയോ അല്ലെങ്കിൽ 816 എന്ന സീറ്റിലേക്ക് എത്തുകയോ ചെയ്താൽ പോലും തങ്ങൾക്ക് അതിൽ മെജോറിറ്റി സീറ്റുകളിൽ
വേണ്ട രീതിയിൽ വോട്ട് ഷെയർ പോലും വരുമെന്ന് അവർക്ക് സംശയം. വിജയിക്കുന്നത് രണ്ടാമത്തെ പ്രശ്നം. വേണ്ട രീതിയിൽ വോട്ട് ഷെയർ പോലും ഒരു മിനിമം വോട്ട് ഷെയർ പോലും കാണില്ല ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള ഭയമാണ് ഇതിന് പിന്നിലുള്ളത്. ഇത് അടിസ്ഥാനപരമായിട്ട് അവരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അവർ വർഷങ്ങളായി പിന്തുടരുന്ന തെറ്റായ നയങ്ങളാണ്. അതായത് അസംഘടിതരായ ഭൂരിപക്ഷത്തെ തള്ളിക്കൊണ്ട് അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട് സംഘടിതമായ ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകൾ നേടിക്കൊണ്ട് നിയമസഭയിലായാലും പാർലമെന്റിലായാലും എത്തിപ്പെട്ട് അവിടെ ഇരുന്ന് സുഖിക്കുക എന്നുള്ള ലൈൻ ഇപ്പം ഒടിഞ്ഞു പോയിരിക്കുന്നു, പപ്പടമായിരിക്കുന്നു. അത് BJP വന്നപ്പോൾ മുതലുണ്ട്. അത് കഴിഞ്ഞ് നരേന്ദ്രമോദി വന്നത് മുതൽ ഇത് വളരെ ശക്തമായിട്ട് അദ്ദേഹം ജനങ്ങളിലേക്ക് എത്തിച്ചു. ആർക്ക് വേണ്ടിയാണ് ഇവിടുത്തെ ഇന്ത്യ മുന്നണി നിലകൊള്ളുന്നത്, ആർക്ക് വേണ്ടിയാണ് കോൺഗ്രസ് നിലകൊള്ളുന്നത്, ആർക്ക് വേണ്ടിയാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ബോധ്യമാക്കി കൊടുത്തു. ഈ ഒരു ഭയമാണ് അവരെ നയിക്കുന്നത്. അതിനവർ ചുമ്മാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. 2023 നമ്മൾ ഒന്നിച്ച് ബില്ല് പാസ്സാക്കിയില്ലേ, 24 തന്നെ നടപ്പിലാക്കാൻ ഞങ്ങൾ പറഞ്ഞില്ലേ, എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല? അന്ന് 24 നടപ്പിലാക്കാൻ നേരത്ത് ഇവരെല്ലാം പറഞ്ഞത് ജാതി സെൻസസും കൂടെ പറഞ്ഞിരുന്നു. അതെ അതെ. അപ്പോൾ എല്ലാവരും കൂടെ സമ്മതിച്ചാണ് ജാതി സെൻസസ് നടപ്പിലാക്കി. സംസ്ഥാനങ്ങൾക്ക് അതിനുള്ള അനുമതി കൊടുത്തു. അപ്പോൾ ജാതി സെൻസസിൽ സമ്മതിക്കില്ല എന്നുള്ളതായിരുന്നു അവരുടെ രീതി. അതായത് RSSO BJPയോ ഇതിനോട് യോജിക്കില്ല. ജാതി സെൻസസ് എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളെ വിഘടിപ്പിക്കാനുള്ള ഒരു സെൻസസ് ആണ്. അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും BJPയും RSSും സമ്മതിക്കില്ല എന്നുള്ളൊരു കാര്യത്തിലാണ് ഈ തുറുപ്പിട്ടത്. പക്ഷെ ആ തുറുപ്പ് അവർ അതുപോലെ എടുത്തു. കാരണം ജാതി ഉപജാതികൾ എല്ലാം തിരിച്ച് ഇതിന്റെ കണക്കെടുക്കുമ്പോൾ തങ്ങൾക്കും അതിൽ പലതും ബുദ്ധിമുട്ട് വരും എന്നുള്ളത് അവർക്ക് മനസ്സിലായി. ഇതിന്റെ ഗുണങ്ങൾ ചിലത് BJP കൊണ്ടുവന്നു അവർക്ക് മനസ്സിലായി. അപ്പൊ ഇപ്പം രണ്ടാമത് നരേന്ദ്രമോദി ഒരു വെടി പൊട്ടിച്ചിരിക്കുന്നത് ഈ ബില്ല് ഇപ്പൊ കൊണ്ടുവന്ന് വെക്കുന്നത് പാസ്സാകുമെന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായ ഉറപ്പുണ്ടായിട്ടല്ല. പാസ്സാകുന്നെങ്കിൽ പാസ്സാകട്ടെ. അതിന് കുറെ ന്യായങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും 50% സീറ്റ് വർധന, 20 കേരളത്തിൽ 30 ആക്കും. അതുപോലെ തന്നെ തമിഴ്നാട്ടിലാണെങ്കിൽ അതിന് പ്രായോഗികമായിട്ടുള്ള വരും. കാശ്മീരിലാണെങ്കിൽ അതിന് ജനസംഖ്യാനുപാതികമായിട്ട് സീറ്റുകൾ വർദ്ധിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആർക്കും പ്രശ്നം ഉണ്ടാവേണ്ടതില്ല. പക്ഷെ അന്നേരം പണ്ട് വനിതാ ബില്ല് കൊണ്ടുവന്നപ്പോൾ സമാജ്വാദി പാർട്ടിയും RJDയും എന്ത് തട്ടുപൊളിപ്പൻ ന്യായങ്ങളാണോ പറഞ്ഞത് അതിനേക്കാൾ മോശമായ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പൊ കോൺഗ്രസ് പറയുന്നത് ബില്ല് അവതരിപ്പിച്ചില്ല. അപ്പം അമിത്ഷാ ഇന്ന് പാർലമെന്റിൽ പറയുമായിരുന്നു, നിങ്ങൾ ബില്ല് അവതരിപ്പിക്കുന്നതിന് മുമ്പേ ചാടി കടിക്കാതെ ബില്ല് അവതരിപ്പിക്കട്ടെ. ബില്ല് എന്താണെന്ന് കാണണ്ടേ? ഞങ്ങളല്ലേ പ്രിപ്പയർ ചെയ്തത്, ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് സഭയെ വയ്ക്കാൻ പോണേ ഉള്ളൂ. അതിന് മുമ്പേ നിങ്ങൾ ഇങ്ങനെ എല്ലാം സ്വപ്നം കണ്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? അതുകൊണ്ട് ആദ്യം സഭയിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയട്ടെ, അവതരിപ്പിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചർച്ച ചെയ്യാൻ ആവശ്യമുണ്ട്. അപ്പൊ ബില്ല് വരുന്നതിന് മുമ്പേ നിങ്ങൾ എന്തിനാണ് ചർച്ച ചെയ്യുന്നത്? ഇതാണ്. അതായത് ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ചർച്ച ആവശ്യമില്ല. ബില്ലിന്റെ കരട് നമ്മൾ സഭയിൽ അവതരിപ്പിച്ചതിന് ശേഷം കൃത്യമായി ചർച്ച ചെയ്യാം. എന്തൊക്കെ വേണോ ചർച്ച ചെയ്യാം. നിങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ നിങ്ങളുടെ ആശങ്കകൾ എന്തുണ്ടോ അത് നമുക്ക് പരിഹരിക്കാം. ആശങ്കകൾ ഇല്ലെങ്കിൽ നമുക്ക് വെറും എന്തായാലും ചർച്ച നടക്കുമല്ലോ എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞിട്ടും ഇപ്പോഴും ചർച്ചയുടെ അല്ലെങ്കിൽ ബില്ല് അവതരണത്തിലേക്ക് കടക്കാൻ തയ്യാറായിട്ടില്ല. അതിന്റെ മുമ്പുള്ള ബഹളത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഒറ്റ കാര്യമാണ്, കോൺഗ്രസിന് ഈ ബില്ല് അവതരിപ്പിക്കാൻ താല്പര്യമില്ല. പക്ഷെ ഇത് വനിതാ ബില്ലാണ്, സ്ത്രീ ശാക്തീകരണ ബില്ലായതുകൊണ്ടും ഇതിനെ എതിർത്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും. അപ്പൊ അതുകൊണ്ട് ഈ ബില്ലിനെ ഞങ്ങൾ അനുകൂലിക്കും, അതിലെ മറ്റ് വ്യവസ്ഥകളെ എതിർക്കും. ഇതിനകത്ത് സീറ്റുകളുടെ എണ്ണമോ ഡീലിമിറ്റേഷനോ ഒക്കെ വരുന്നതിനെ ഞങ്ങൾ എതിർക്കും എന്ന് പറഞ്ഞാണ് ഫലത്തിൽ ഈ ബില്ലിനെ തന്നെയാണ് തീരുമാനം. തകർത്താൽ ഈ പാസ്സാക്കുന്നതിനേക്കാൾ കൂടുതൽ വരാൻ പോവുകയാണ്. ഡാമേജ് ഉണ്ടാവും. അടുത്ത ഇലക്ഷനിൽ അടുത്ത ഇലക്ഷൻ എന്നല്ല, ഇനി വരുന്ന എല്ലാ ഇലക്ഷനിലും നരേന്ദ്രമോദി ഉയർത്താൻ പോകുന്ന മുദ്രാവാക്യം ഇതായിരിക്കും. നന്നായിട്ട് ക്യാമ്പയിൻ ചെയ്യും. നിങ്ങൾ വനിതകൾക്കെതിരാണ്, നിങ്ങൾ രാജ്യത്തെ ഏത് അധസ്ഥിത വിഭാഗങ്ങൾ ഉയർന്നു വരുന്നോ അതിനെതിരാണ്. നിങ്ങൾ ന്യൂനപക്ഷം പറയും, ന്യൂനപക്ഷവും രക്ഷപ്പെടുന്നതിന് നിങ്ങൾ എതിരാണ്. അതിലെ സ്ത്രീകൾക്കും കിട്ടുന്നതാണ്. അതൊട്ടും അവർക്ക് ഇഷ്ടമല്ല. ന്യൂനപക്ഷത്തിലെ സ്ത്രീകള് ഇങ്ങനെ വരുന്നതിനോട് അവർക്ക് വലിയ എതിർപ്പാണ് അവരുടെ പിന്നിൽ നിൽക്കുന്നവർക്കുള്ളത്. അതൊന്നും തുറന്നു പറയില്ല. ഇങ്ങനെ വിവിധ പ്രശ്നങ്ങളിൽ
ഈ ബില്ലിനെ എതിർത്ത് തോൽപ്പിക്കുക, എന്നിട്ട് ഞങ്ങൾ വനിതകൾക്കായി നിൽക്കുന്നു എന്ന് പറയുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. സാറേ, അങ്ങ് പറഞ്ഞതിൽ നിന്ന് കാര്യം വളരെ വ്യക്തമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ഭയവും അവരുടെ പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലായി. പക്ഷെ ഈ പുരോഗമന പ്രസ്ഥാനം എന്ന് നാഴികയ്ക്ക് 40 വട്ടം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇടതുപക്ഷം ഈ ബില്ലിനെ അതിശക്തമായി എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. തോമസ് ഐസക്ക്, സഖാവ് പിണറായി വിജയൻ, സഖാവ് MA ബേബി, ഇവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് ഞങ്ങൾ ഈ ബില്ല് നടപ്പാക്കാൻ സമ്മതിക്കില്ല, ഇത് പാർലമെന്റിൽ വിജയിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അവർക്ക് അതിനുള്ള സംഖ്യയോ ബലമോ ഒന്നുമില്ല. എങ്കിലും ഇവർ പല നഖവും ഉപയോഗിച്ച് എതിർക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഇടതുപക്ഷം ഇങ്ങനെ എതിർക്കുന്നത്? ഇടതുപക്ഷത്തിന് 540 തന്നെ അവർക്ക് ഒരു 10 സീറ്റ് പിടിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇപ്പം തന്നെ നേടിയിരിക്കുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം, കേരളത്തിൽ നിന്ന് ഒരു സീറ്റാണ് പാർലമെന്റിലേക്ക് കിട്ടി, ആലത്തൂര്. അതും ആ മന്ത്രിയുടെ മന്ത്രിയുടെ ഒരു പ്രത്യേക ജനസ്നേഹ നയം ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ സീറ്റ് കിട്ടിയത്. അല്ലെങ്കിൽ അതുപോലും കിട്ടില്ല. അല്ലെങ്കിൽ ബംഗാൾ പോലെ കേരളവും വട്ടപൂജ്യമായിട്ട് BJP CPM നിന്നേനെ, CPI നിന്നേനെ. അപ്പൊ ഇടതുപക്ഷം എന്ന് പറയുന്നത് പാർലമെന്റിൽ അപ്രസക്തരായി. ഇപ്പൊ കനൽ ഒരു തരി പോലും ഇല്ല. രാധാകൃഷ്ണനെ ആരും കനലെന്ന് പറയില്ല. അദ്ദേഹം വളരെ സൗമ്യനായ ഒരു ഐസ് കട്ടയാണ്, അല്ല അതൊരിക്കലും കനലല്ല. അപ്പൊ ആ കനല് പോലും ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. പിന്നെ 1-2 സീറ്റ് പിടിച്ചിരിക്കുന്നത്, ഒന്ന് രാജസ്ഥാനിൽ നിന്ന് കോൺഗ്രസിന്റെ ശുപാർശയിൽ അല്ലെങ്കിൽ പിന്തുണയിൽ, പിന്നെ 2 സീറ്റ് കിട്ടിയിരിക്കുന്നത് തമിഴ്നാട്ടിൽ DMKയുടെ പിന്തുണയിൽ. അവിടെ മുഴുവൻ സീറ്റും 100% വിക്ടറി വന്നുകൊണ്ടാണ് ഈ 2 അത്ഭുതങ്ങൾ അവിടെ നടന്നത്. ഇല്ലെങ്കിൽ ആ സീറ്റും കിട്ടില്ല. അപ്പം 543 വരുമ്പോ തന്നെ അതിനകത്ത് 3 തയ്ക്കാൻ ആളില്ല. ബാക്കി 500. അപ്പൊ പെർസെന്റേജ് നോക്കുമ്പോ അപ്പൊ ഇനി 850 ആയാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ അതിനേക്കാൾ വലിയ പെർസെന്റേജിലായിരിക്കും അവരുടെ എണ്ണം കാണിക്കുക, അല്ലേ? കുറഞ്ഞ പെർസെന്റേജ്. ഇപ്പം ഈ ദേശീയ പാർട്ടി എന്നുള്ള പദവി പോലും പോയി, അല്ല പോവും. കാരണം 0.01% പോലും ഇതിനകത്ത് ഇപ്പൊ കിട്ടാത്ത അവസ്ഥയാണുള്ളത്, അല്ലേ? അതെ. അപ്പൊ ഇത് 850 ആക്കിയാൽ ഇനി എത്രയായിരിക്കും പോയി നിൽക്കുക? അപ്പൊ പെർസെന്റേജുകൾ ഇങ്ങനെ 000 ഇട്ട് എഴുതേണ്ട അവസ്ഥയിലാണ്. പിന്നെ സീറ്റുകളുടെ എണ്ണം കൂടിയാൽ അത് വളരെ നിർണായകമായി ബാധിക്കുന്നത് അതിലെത്ര സീറ്റുകൾ പാർലമെന്റിലേക്ക് കിട്ടുന്നു എന്നുള്ളത് ഒരു ദേശീയ പാർട്ടി എന്നുള്ളതിന്റെ കണക്കിനെ ബാധിക്കും. അപ്പൊ ഇത് ഫലത്തിൽ ഒരുപക്ഷെ ഇത് കോൺഗ്രസിനും പിന്നെ BJPക്കും ഒക്കെ മാത്രമേ ദേശീയ പാർട്ടിയുടെ പദവിയിലേക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാവരെല്ലാം ചിലപ്പോൾ ഇതിന്റെ താഴേക്കും പോകാം. ഇങ്ങനെ ഒരുപാട് അന്തർലീനമായ കഥകൾ, വെളിയിൽ പറയാൻ കൊള്ളാത്ത ചിലർ പറയില്ലേ, എനിക്കിതൊന്നും വെളിയിൽ പറയാൻ കൊള്ളില്ല, അതുകൊണ്ട് ഞാൻ അവനെ തെറി വിളിക്കാന്ന്. സത്യം പറയാൻ നോക്കൂല, എന്നാ പിന്നെ കുറെ ചീത്ത പറയാം. അങ്ങനെയാണ് ഇപ്പം പാർലമെന്റിൽ ബഹളം തുടങ്ങിയിരിക്കുന്നത്. ഈ ബഹളം തീർച്ചയായിട്ടും ഇവർ ഉപയോഗിക്കുന്ന ഒരു നരേറ്റീവ് ഈ ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ ഒരു ഡിവിസീവ് പോളിസിയാണ്. അതായത് ഉത്തരേന്ത്യയിൽ സീറ്റ് കൂടും, ദക്ഷിണേന്ത്യയിൽ സീറ്റ് കുറയും എന്നാണ്. പക്ഷെ കണക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ ഏതാണ്ട് ദക്ഷിണേന്ത്യയിൽ 172 സീറ്റുകൾ കൂടുകയാണ്. ഉത്തരേന്ത്യയിൽ 8 സംസ്ഥാനങ്ങൾ എടുക്കുമ്പോൾ UP, ബീഹാർ തുടങ്ങിയ ഹിന്ദി ബെൽറ്റിൽ 8 സംസ്ഥാനങ്ങൾ എടുക്കുമ്പോൾ 366 സീറ്റ് കൂടുകയാണ്. സീറ്റ് വളരെ ഇതായിട്ട് കൂടുന്നുണ്ട്, അത് സത്യമാണ്. അത് ജനസംഖ്യ അടിസ്ഥാനത്തിലാണ് കൂടുന്നത്. പക്ഷെ എന്നിട്ടും അവർ പറയുന്നത് ദക്ഷിണേന്ത്യയെ അരികുവൽക്കരിക്കാൻ, ദക്ഷിണേന്ത്യയെ നശിപ്പിക്കാൻ, ദക്ഷിണേന്ത്യയെ ഉത്തരേന്ത്യക്കാരുടെ അടിമകളാക്കാൻ, ഇങ്ങനെ വലിയ സ്റ്റാലിനൊക്കെ പറയുന്നത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഇത് അവർ മനസ്സിലാക്കേണ്ടത് ഭരണഘടന എന്ന് ഏത് നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലേ ഇവര്. അതെ, ഭരണഘടനയിൽ ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും എന്നൊരു സാധനം ഇല്ല. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യ മുഴുവൻ അഖണ്ഡ ഭാരതമാണ്. ആ ഭാരതത്തില് മറ്റേ ഞാൻ RSSന്റെ അതായത് 47 നമുക്ക് കിട്ടിയ അഖണ്ഡ ഭാരതം, ഹോൾ ഇന്ത്യ എന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറയുന്നത്. ആ ഭാരതത്തിൽ ദക്ഷിണേന്ത്യ ഇല്ല, ഉത്തരേന്ത്യ ഇല്ല, ഇന്ത്യ മാത്രമേ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷി ഇന്ത്യയെ 2ആയി വിഭജിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബ്രിട്ടീഷുകാരനേക്കാൾ നാറിയ പണി ഇവർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഏറ്റവും മ്ലേച്ഛമായ, ബ്രിട്ടീഷുകാരൻ പോലും ഇങ്ങനെ ചെയ്തില്ല. ബ്രിട്ടീഷുകാരും ചെയ്തിരുന്നു പണ്ട്. ബ്രിട്ടീഷുകാർ ഇത് ഓരോ പ്രോവിൻസ് ആയിട്ട് തിരിച്ചു ഇതെല്ലാത്തിനും സ്വാതന്ത്ര്യം കൊടുത്ത് പ്രത്യേകമാക്കി തമ്മിൽ തല്ലിക്കോട്ടെ എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ അത് പട്ടേലിനെ പോലുള്ള ഒരാള് അന്ന് നിലയുറപ്പിച്ചുകൊണ്ട് നടന്നില്ല. ഇപ്പം ആ പണി ബ്രിട്ടീഷുകാരന്റെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി, അതിനുശേഷം ജിന്ന നടത്തിയ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി
എല്ലാം തന്നെ ഇവരിപ്പോ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ത്യ മുന്നണി അതായത് ബ്രിട്ടീഷുകാരെ ഓടിക്കാൻ രൂപീകരിക്കപ്പെട്ട കോൺഗ്രസ് ഇന്ന് ഇന്ത്യയെ ബ്രിട്ടീഷുകാരെ ഓടിക്കാൻ രൂപീകരിച്ച കോൺഗ്രസ് ഒക്കെ പോയി. അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിരിച്ചുവിടണം. കാരണം ഇത് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ രൂപം മാറുമെന്നത് ക്രാന്തദർശിയായ ഗാന്ധിക്ക് അറിയാം. കാരണം ഇവനൊക്കെ അപ്പകഷണത്തിന് വേണ്ടി കടി കൂടുന്നവരാണ്. കാരണം 35 മുതൽ ഈ പാർലമെന്ററി സംവിധാനം ചെറുതായിട്ടെങ്കിലും ബ്രിട്ടീഷുകാർ കൊടുത്തപ്പോൾ മുതലേ ഗാന്ധിക്ക് മനസ്സിലായി ഇത് അപകടമാണെന്ന്. സീറ്റും കസേരയും വന്നു കഴിഞ്ഞാൽ ഇവനെല്ലാം രാജ്യത്തിനെ മറന്ന് കളിക്കും എന്ന് മഹാത്മാഗാന്ധിക്ക് മനസ്സിലായതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ് ഇത് പിരിച്ചു. ആരെങ്കിലും ഒരാൾ പറയൂ, ഒരു നേതാവ് സ്വന്തം പ്രസ്ഥാനം പിരിച്ചുവിടാണ് എന്ന് പറയില്ല. അത് പറഞ്ഞതിന്റെ അർത്ഥം ഈ പ്രസ്ഥാനം നിന്നാൽ ഇന്ന് നേടിയ സ്വാതന്ത്ര്യവും ഈ മഹത്തായ ഇന്ത്യ രാജ്യവും കാണുകയില്ല എന്ന് ദീർഘവീക്ഷണത്തോടെ ഗാന്ധി കണ്ടിരുന്നു എന്നുള്ളതാണ്. അതാണ് അതിന്റെ സത്യം. ഇന്ന് ഈ പാർലമെന്റിൽ നടക്കുന്ന ചർച്ച, കഴിഞ്ഞ പാർലമെന്റിൽ നടന്ന ബജറ്റ് സെഷനിൽ നടന്ന കോലാഹല ചർച്ച, ഇതിനു മുമ്പ് ഏത് വിഷയം എടുത്തിട്ടുണ്ടോ അന്നൊക്കെ നടന്നിട്ടുള്ള കോലാഹല ചർച്ചകൾ കാണിക്കുന്നത് ഇവർക്ക് ഈ രാജ്യത്തെ ഒന്നിച്ചു നിർത്താൻ താല്പര്യമില്ല, ഈ രാജ്യത്തെ വിഘടിച്ചു നിർത്താനാണ് താല്പര്യം. സ്ത്രീകളുടെ വിഷയം പറഞ്ഞാൽ അതിനകത്ത് സ്ത്രീ സംവരണം അങ്ങനെ വേണം ഇങ്ങനെ വേണം, എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർ കൊണ്ടുവന്നത്. ഇവർക്ക് സ്ത്രീയെ സ്ത്രീയായിട്ട് കാണാൻ കഴിയുന്നില്ല. സ്ത്രീകൾ എല്ലാവരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. അതവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഈ പ്രസംഗിക്കുന്നവന്റെ വീട്ടിലെ ഭാര്യയും കുട്ടികളും പോലും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. അവർ അവഗണിക്കപ്പെടും. അത് പരിഹരിക്കാനും കൂടെയാണ് ഈ ബില്ല്. അതിന് പോലും അവർ മുതിരുന്നില്ല. സ്ത്രീയെ വീണ്ടും വിഭജിച്ച് കാണാനാണ് അവർ താല്പര്യം. കാരണം വിഭജിച്ചാലേ ഇവർക്ക് അതിനകത്ത് നേട്ടം ഉണ്ടാകും. SC/ST എന്ന് പറഞ്ഞ് നിർത്തണം, OBC എന്ന് പറഞ്ഞ് നിർത്തണം, മുസ്ലിം എന്ന് പറഞ്ഞ് നിർത്തണം, മൈനോറിറ്റി എന്ന് പറഞ്ഞ് നിർത്തണം, അതിൽ വേറെ മൈക്രോ മൈനോറിറ്റി കൊണ്ടുവരാമെങ്കിൽ അത് കൊണ്ടുവരണം. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പിച്ചി ചീന്തി ഇന്ത്യയിൽ ഐക്യമെന്ന് പറഞ്ഞത് ഉണ്ടാവരുത് എന്നുള്ളതാണ് ഈ ഒരു ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യം. ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ അടിസ്ഥാന ലക്ഷ്യം. കോൺഗ്രസ് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടാണ് കോൺഗ്രസിന് ഇന്ന് ഈ ഗതി വന്നത്. അല്ലെങ്കിൽ കോൺഗ്രസ് ഒരിക്കലും ഈ ഗതിയിൽ എത്തുകയില്ലായിരുന്നു. BJP ഈ നിലയിൽ ഉയരുകയില്ലായിരുന്നു. അപ്പൊ ഇടതുപക്ഷവും അതേ വഴിയിൽ തന്നെയാണ്. അല്ല, ഇടതുപക്ഷം ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് പെർസെന്റേജ് ആണ് പ്രശ്നം. 540 3-4 എന്ന് പറയുന്നതാണോ 860 3-4 എന്ന് പറയുന്നതാണോ വലിയ സംഖ്യ? ഒരു വലിയ ചോദ്യമാണ്. ആ ചോദ്യമാണ് അവരെ അലട്ടുന്നത്. എന്തായാലും സാർ വരട്ടെ, നമുക്ക് ഇനിയിപ്പോ ബില്ലൊക്കെ അവതരിപ്പിച്ച് കൂടുതൽ ചർച്ചകളൊക്കെ നടക്കട്ടെ. നമുക്ക് ഇതിലിപ്പോ അവര് സമ്മതിക്കാൻ വഴി. BJP സേഫ് ആണ്, സേഫ് സോണിലാണ്. BJPക്ക് ഇപ്പൊ ഈ രാമജന്മഭൂമിയെ കഴിഞ്ഞിട്ടേ വീണ് കഴിഞ്ഞിട്ട് വിഷയമില്ലാതിരിക്കും. രാജ്യത്തിലെ മുഴുവൻ ഇളക്കി മറിക്കണമല്ലോ, അതിലെ വോട്ട് മുഴുവൻ പിടിക്കാൻ. അപ്പൊ നരേന്ദ്രമോദിക്ക് ഈ രാജ്യത്തെ മുഴുവൻ ആയുധം കൈ കിട്ടി. സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത്, നാരി ശക്തി എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉള്ളിൽ നിന്ന് ഉയർന്ന ഒരു എനർജിയാണ്. നമ്മൾ പുരുഷത്വം എന്ന് പറയില്ലേ നമ്മൾ, അതേ പവറിലാണ് അവർക്ക് നാരീശക്തി എന്ന് പറയുന്നത് ഫീൽ ചെയ്യുക. പ്രത്യേകിച്ച് അവര് വർഷങ്ങളായി രാജ്യത്ത് അവരുടെ അവസരം കിട്ടാതിരിക്കുന്ന ഒരു സമയത്ത് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാനും അവരുമായി സംവേദിച്ചുകൊണ്ട് അവരുടെ ഒരു ശക്തിയെ ഉണർത്താനും കഴിഞ്ഞാൽ അത് മുഴുവൻ ബാലറ്റ് പേപ്പറിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നു കഴിഞ്ഞാൽ ഈ ബില്ല് 2029 ശേഷം പാസ്സാക്കുന്നതാണ് BJPക്ക് നല്ലത്. ഇപ്പൊ പാസ്സാക്കരുത്. ഇത് ഉഴുതുമറിച്ച് പ്രശ്നമാക്കി ഇവരിത് പാസ്സാക്കാതിരിക്കണം. പാസ്സാക്കാതിരുന്നാൽ BJPക്ക് 2029 3/2 ഭൂരിപക്ഷം. നേരത്തെ പറഞ്ഞ അബ്കി ബാർ 400 പാർ തനിയെ വന്നോളൂ. കാരണം വനിതകളെല്ലാം കൂടെ വോട്ട് ചെയ്തു. അത് വന്നു കഴിഞ്ഞാൽ തീർന്നല്ലോ. അതവിടെയാണ്. നമുക്ക് കാത്തിരിക്കാം സാർ, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.